ഒഡീഷ പശ്ചിമബംഗാൾ അതിർത്തിയിലെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തലയിൽ ആവരണമുള്ള പുതിയ ഇനം കടലൊച്ചിനെ കണ്ടെത്തിയിരിക്കുകയാണ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോടുള്ള ബഹുമാനാർത്ഥം ഈ ഒച്ചിന് മെലനോക്ലാമിസ് ദ്രൗപദി എന്നാണ് ശാസ്ത്രജ്ഞർ പേരിട്ടിരിക്കുന്നത്. രൂപഘടന, ശരീരഘടന, തന്മാത്ര, സ്വഭാവ സവിശേഷതകൾ പരിശോധിച്ചാണ് ശാസ്ത്രജ്ഞർ ഇത് പുതിയ ഇനമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒഡീഷയുടെയും പശ്ചിമബംഗാളിന്റെയും അതിർത്തി തീരമായ ഉദയ്പൂർ ദിഘ തീരത്തു നിന്നാണ് പുതിയ ഇനം ഒച്ചിനെ കണ്ടെത്തിയത്. പരമാവധി 7 മില്ലിമീറ്ററോളം നീളമുണ്ട് ഈ പുതിയ ഇനം ഒച്ചിന്. തവിട്ട് കലർന്ന കറുപ്പ് നിറവും പിൻഭാഗത്ത് ചുവന്ന നിറത്തോടെയുള്ള പൊട്ടും കാണപ്പെടുന്നു. കശേരുക്കളില്ലാത്ത ഈ ദ്വിലിംഗ ജീവിയെ സാധാരണയായി വേലിയേറ്റമുള്ള മണൽ നിറഞ്ഞ ബീച്ചുകളിലാണ് കാണപ്പെടുന്നത്. ഇവയുടെ പുനരുൽപാദനം നടക്കുന്നത് നവംബറിലും ജനുവരിക്കും ഇടയിലാണെന്ന് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മറൈൻ അക്വേറിയം റീജിയണൽ പ്രസാദ് ചന്ദ്ര ടുഡേ പറഞ്ഞു. മെലനോക്ലോമിസ് ദ്രൗപദി മറ്റ് സ്പീഷീസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുവശത്ത് പിൻഭാഗത്തായി മാണിക്യവർണ്ണമാർന്ന പൊട്ടുള്ള സവിശേഷ ഇനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മെലനോക്ലോമിസ് ദ്രൗപദിയെ വേലിയേറ്റ പ്രദേശത്തെ 3 കിലോമീറ്റർ പരിധിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. മെലനോക്ലോമിസ് ദ്രൗപദി റിബൺ വെയിംസ്, കടൽ പുഴുക്കൾ, ചെറിയ മത്സ്യങ്ങൾ തുടങ്ങിയ ചെറുജീവികളെ വേട്ടയാടി ഭക്ഷിക്കുന്നു. സ്വന്തം ആവാസ വ്യവസ്ഥയിൽ ഇവയ്ക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. 2021 ഫെബ്രുവരി മുതൽ 2023 മാർച്ച് വരെയായിരുന്നു പഠനം. 145ഓളം മാതൃകകളെ പഠനത്തിനായി പ്രദേശത്തു നിന്നും ശേഖരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ നിരവധി പഠനങ്ങൾക്ക് ശേഷമാണ് ഇത് പുതിയ ഇനമാണെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞത്.